പൊന്നൻകുടം പോലെ മിന്നി വിളങ്ങുന്ന ചന്തമേറിയിടുന്ന പൊങ്കകളും നീലിമ പോലുള്ള രോമവല്ലി അകലൊന്നുമല്ല മർത്യഭാവം. ഈ വരികളിൽ വരാഹരൂപത്തിലുള്ള കൊടുങ്ങല്ലൂർ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് പ്രകൃതിപരമായ രീതിയിൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. വരാഹരൂപത്തിലുള്ള ദേവിയുടെ ശാരീരിക പ്രത്യേകതകളെയും പ്രകൃതിയെയും ചേർത്ത് വർണ്ണിക്കുന്നവയാണിവിടെ. ദേവിക്ക് സ്വർണ്ണക്കുടം പോലെ തിളങ്ങുന്നതും ആനക്കൊമ്പിനേക്കാൾ ഉറപ്പുള്ളതുമായ സ്തനങ്ങളുണ്ടെന്നും നീല നിറമുള്ള രോമങ്ങളുണ്ടെന്നും കാലുകളുടെ ചലനം സാധാരണ പോലെയല്ലെന്നും വരികൾ വിവരിക്കുന്നു. ശൃംഗാരാത്മക പ്രണയവർണ്ണന. ഭരണിപ്പാട്ടുകൾ യഥാർത്ഥത്തിൽ അശ്ലീല പാട്ടുകളല്ലായിരുന്നു, മറിച്ച് ലൈംഗികത പ്രമേയമായ പാട്ടുകളായിരുന്നു എന്നതാണ് ചരിത്രപരമായ സത്യം. സ്ത്രീയുടെ ഉള്ളിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ലൈംഗികമായ ചിന്തകളെയും ദേഷ്യം, നീരസം, പ്രതികാരബുദ്ധി ഇവയെല്ലാം ഭരണിപ്പാട്ടിലൂടെയും തുള്ളലിലൂടെയും പുറത്തുവിടാനുള്ള ഒരു വേദിയായിരുന്നു, ഒരു നിർഗമന മാർഗം. സദാചാരവാദത്തോടുള്ള വെല്ലുവിളിയും പുരുഷാധിപത്യത്തിനെതിരെ ലൈംഗികമായി അപര്യാപ്തൻ എന്ന് പച്ചയ്ക്ക് ലൈംഗികമായി തെറി വിളിച്ച് പ്രതിഷേധിക്കൽ, പ്രൊട്ടസ്റ്റ് ആർട്ട്, അതായത് രൂക്ഷമായ പ്രതിഷേധകല. ഭക്തിയുടെയും ലഹരിയുടെയും അകമ്പടിയോടെ പാടുന്ന ഈ വരികൾ ഒരുതരം വിരേചനമായി വിശ്വാസികൾ കണക്കാക്കുന്നു. എന്നാലിത് സ്വാതന്ത്ര്യമല്ലിടവേള മാത്രം. ഇത് അശ്ലീലമല്ല, ലൈംഗികതയാണ്. അതിന് അശ്ലീലം, ലൈംഗികത എന്നത് രണ്ടായി കാണാം. ഇന്നലെ തുണിയുടുക്കാൻ പഠിച്ച കേരള ജനതയ്ക്ക്, ഇന്നലെ വരെ മുലക്കരം കൊടുത്തുകൊണ്ടിരുന്ന ജനതയ്ക്ക്, സ്വന്തം സത്വത്തെ മറന്ന് അന്യരുടെ സത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് സ്വാഭാവികമായ ലൈംഗികത പോലും അശ്ലീലമായി തോന്നും. ശരിക്കും അശ്ലീലം എന്ന മുദ്രകുത്തൽ തന്നെ ഒരു അടിച്ചമർത്തലാണ്. കൊടുങ്ങല്ലൂർ ഭരണി പാട്ടിന് പിന്നിൽ വലിയൊരു അടിച്ചമർത്തലിന്റെ കഥയുണ്ട്. ഒരു കാലത്ത് ജാതിവ്യവസ്ഥ ശക്തമായിരുന്നപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദേവിയോട് നേരിട്ട് സംവദിക്കാനും ലഭിച്ചിരുന്ന ഏക അവസരമായിരുന്നു ഭരണി. വീടിന്റെ 4 ചുവരുകൾക്ക് പുറത്തു വരാനും സമൂഹത്തിന്റെ കണ്ണുകളെ ഭയക്കാതെ സ്വന്തം ശരീരത്തെയും ശബ്ദത്തെയും ആഘോഷിക്കാനും കിട്ടിയ ഒരേയൊരു ദിനമായിരുന്നു കൊടുങ്ങല്ലൂർ ഭരണി. അത് വെറുമൊരു ഉത്സവമല്ല, ഒരു വലിയ സോഷ്യൽ തെറാപ്പി കൂടിയായിരുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ സ്ത്രീകളുടെ അടുക്കളയിൽ നിന്നും പൊതുവേദിയിലേക്കുള്ള അരങ്ങേറ്റമായിരിക്കും. ഇന്നും വടക്കൻ കേരളത്തിൽ സ്ത്രീകൾ സ്റ്റേജിൽ കയറുന്നത് പോലും പാപമാണ് എന്ന് കാണുന്ന സമൂഹത്തിൽ ഇച്ചിരി കവിത, ഇച്ചിരി രോക്ഷം, ഭാവം കലയായി പ്രകടിപ്പിക്കാനുള്ള അവസരം, ഉറക്കെ പാടട്ടെ, ഉറക്കെ കരട്ടെ, ഉറക്കെ തിമർത്ത് തുള്ളട്ടെ എന്ന് അന്നത്തെ അധികാരികളും തമ്പ്രാക്കന്മാരും വിചാരിച്ചു കാണും. എങ്കിൽ പിന്നെ ഒന്നുമില്ലാത്ത നമ്മൾ എന്തിന് തടസ്സം നിൽക്കണം? പാടട്ടെ, ആടി തിമർക്കട്ടെ. നീലിമ പോലുന്ന രോമവല്ലി